ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് ഭയങ്കരമായിട്ടും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെങ്ങാനും രചന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അന്ത്യം അടുത്തു എന്ന് ആകാശിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തിരിച്ചുമറിവ് ചെയ്യുകയാണ് ഈ ആകാശ്. അപ്പോഴാണ് രചന അങ്ങോട്ട് കയറി വരുന്നത്. എന്താ ആകാശ്, എന്താ കാര്യങ്ങളായി? ദേ, അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. താനെന്താ വിചാരിച്ചത്? എൻ്റെ കാർ ഇടിച്ചിട്ടാണ് അവൻ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്നല്ലേ താൻ വിചാരിച്ചിരിക്കുന്നത്? ആ പോലീസുകാരൻ, ആ ഒരു മണ്ടൻ പോലീസുകാരൻ അങ്ങനെയല്ലേ തൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നത്? ദേ, ഇപ്പം കണ്ടോ, ഈ ലാപ്ടോപ്പിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഫോണിൽ താൻ കണ്ടപ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് കാണാമായിരുന്നോ? ഇല്ലല്ലോ എന്നൊക്കെ ഇനി സംസാരിക്കപ്പോൾ നമ്പർ പ്ലേറ്റ് കാണാനില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലാപ്ടോപ്പിലേക്ക് ആ നമ്പർ പ്ലേറ്റ് എടുത്തത്. ദേ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നമ്പറാണോ ഇത്? ഇല്ലല്ലോ, ഇത് നിങ്ങളുടെ കാറിൻ്റെ നമ്പറല്ല. അതാ ഞാൻ പറഞ്ഞത്. താൻ ആലോചിച്ച് നോക്കടോ, അങ്ങനെ ആദ്യമേ ഞാനാണ് ആക്സിഡൻറ്റ് പെടുത്തിയെങ്കിൽ ഞാൻ അവനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലായിരുന്നോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ അപ്പോഴത്തെ ആ ഒരു സങ്കടം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് ആകാശ് എന്നോട് ക്ഷമിക്ക്, താൻ പേടിക്കണ്ട. പക്ഷേ എന്നാലും എനിക്കറിയണം ആ സ്കൂൾക്കാരെന്തിനാണ് അവൻ അവിടെ എത്തിയെന്നും പറഞ്ഞുകൊണ്ട് മറച്ചു വെച്ചതെന്ന്. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം അവിടെയുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ അതൊക്കെ അവരുടെ പച്ചക്കള്ളമല്ലേ. അതെല്ലാം എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, ഏതറ്റം വരെ ഞാൻ പോകും. ശരി, അത് താൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അന്വേഷണം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു രചന. താൻ സമാധാനത്തിൽ പോയി കിടക്ക്, ഞാൻ ഈ നമ്പറും കൂടി ഒന്ന് ക്ലിയർ ആക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രചനയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പണി കിട്ടിയാനായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മഹേഷും വിനോദും അച്ഛനും എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലിയാണെങ്കിലോ എൻ്റെ 2 മക്കൾക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് എത്രമാത്രം സന്തോഷമായ കാര്യമാണെന്ന് അറിയാവോ? ഇതിനൊക്കെ ഉള്ളൊരു ഭാഗ്യം വേണം. അത് ശരി തന്നെയാണ്. പിന്നെ വിനോദേ, എന്തായി നിൻ്റെ കാര്യങ്ങളെല്ലാം? എന്ത് കാര്യങ്ങളെല്ലാം? പിന്നെ നീനിങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല കേട്ടോ, നിന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അഴക്കണം. ഇത് കേട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കല്യാണപ്രായമൊന്നും ആയില്ല, അതൊക്കെ ഇനി കഴിയട്ടേന്നേ. കല്യാണപ്രായം ആയില്ലെന്നോ? ഇനി എപ്പോൾ കല്യാണപ്രായം ആകാനാ? അതെല്ലാം ആയിക്കഴിഞ്ഞു, എപ്പോഴേ ആയിക്കഴിഞ്ഞു. പിന്നെ അപ്പോൾ അത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹേഷ് ചോദിക്കുന്നത്, നീ ആ കല്യാണത്തിന് വന്നില്ലായിരുന്നോ? അതെ, ഞാൻ വന്നായിരുന്നു. അപ്പോൾ പിന്നെ യഷിതയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരു തീരുമാനം എടുത്തായിരുന്നു. ആ പ്രധാനമന്ത്രി അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ എന്തായിരുന്നു നിൻ്റെ ഒരു ഇത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും അവിടെ വിശദീകരിക്കുകയാണ് ഈ വിനോദ്. അപ്പോൾ കണ്ടോടാ, നിൻ്റെ അനിയൻ്റെ ആ സ്നേഹം കണ്ടോ? എനിക്കറിയാം അവനെ കുറ്റബോധം, കാരണം ഏട്ടനോടുള്ളൊരു കുറ്റബോധം അത്രയ്ക്കും ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. ദേ, മഹേഷിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത് എന്ന് ഈ രാമൻ പറയുക. ഞാൻ വീണ് പോയപ്പോൾ എല്ലാ ഭാരവും ചുമന്നതാണ് എൻ്റെ മോൻ. അപ്പോൾ പിന്നെ അവൻ്റെ കാര്യത്തിൽ വിനോദിനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമല്ലോ. പിന്നെ ഇനി അതെല്ലാം വിട്ടേര്. ഇനി എപ്പോഴാണ് നീ വരുന്നത്? ദേ, ഇതാണ് നിൻ്റെ വീട്. ഞാൻ വരാമേ, എങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഇറങ്ങട്ടെ. രാത്രി ഇറങ്ങണോടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇറങ്ങണം, എനിക്ക് അതിരാവിലെ തന്നെ ഒരു യാത്രയുണ്ട്. ദേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരണോട്ടോ, പിന്നെ ഇതെൻ്റെ വീടല്ലേ, ഞാൻ വരില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോഴേ അതിൽ നല്ലവരും ചീത്തവരും ഒക്കെ ഉണ്ടാവുമല്ലേ? പിന്നെ അല്ലാതെ അതിൽ നല്ലവരും ചീത്തവരും ഒക്കെ ഉണ്ടാകും. നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഏട്ടൻ്റെ മകനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണ്ടേ? കൊണ്ടുവന്നം. പക്ഷേ അതെങ്ങനെ ഈശ്വരിയോട് സംസാരിക്കുമെന്നാണ് ഇപ്പം എനിക്കറിയാൻ പാടാത്തൊരവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ഇഷിതയാണ്. അപ്പോൾ ഇഷിതയാണെങ്കിൽ ഈ ആദിക്ക് എന്തൊക്കെയോ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഉറങ്ങിയത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇഷിത ഇനി വീട്ടിൽ പോയേക്കാന്നൊക്കെ ചിന്തിച്ച് നല്ല രീതിയിൽ പുതപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇഷിത അവിടെ നിന്ന് ഇറങ്ങി നേരെ ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ, അവന് നല്ല മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, മാറ്റമൊക്കെ ഉണ്ട്. നാളെ ഞാൻ അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അതേതായാലും നല്ല കാര്യം തന്നെയാണ്. ഞാനാണല്ലോ അവൻ്റെ അമ്മ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണ് അവൻ്റെ ബന്ധുക്കൾ മുഴുവനും. അതെനിക്ക് മനസ്സിലായി. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇഷാദിന് കുറച്ച് ഓർമ്മയൊക്കെ കിട്ടി തുടങ്ങിയെന്നോ എനിക്കൊരു സംശയം. പിന്നെ ഒരുപക്ഷെ ഇനി അധികം താമസിയാതെ ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടറെ പോലും ഓർമ്മയുണ്ടാവില്ല. ഡോക്ടറെ തള്ളിക്കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവൻ പോകുന്നത്. അത് ഡോക്ടറിന് സഹിക്കാൻ പറ്റില്ല. എനിക്കറിയാം ഡോക്ടറെ,
എൻ്റെ മനസ്സിനെ അത് എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നാലും അവൻ സുഖപ്പെടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അവൻ എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ, അവൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ അവൻ തിരിച്ചറിയട്ടെ എന്നും പറഞ്ഞ് ഇഷിത പോവുക. അപ്പോൾ ഇഷിത പോയി നേരെ ഫ്ലാറ്റിലേക്ക് എത്തുകയാണ്. നമ്മൾ മഹേഷ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഇവിടെ നിൽക്കായിരുന്നോ? ആ വിനോദ് വന്നായിരുന്നേ? ആണോ? എങ്കിൽ വാ. എടോ, തനിക്ക് ഇന്നും ഇഷാദിനെ ഉറക്കിയിട്ടാണോ വരാനായിട്ട് സാധിച്ചത്? അതെ, അവനെ ഉറക്കാൻ കുറച്ച് പാടാ. അവൻ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ ഉറക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല. എങ്കിൽ താൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കി, ഞാൻ വിളമ്പിത്തരാം. ഏയ്, അത് വേണ്ട. ഇഷാദിനൊപ്പം ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചായിരുന്നു. മഹേഷ് കഴിച്ചോ? അല്ല, വിനോദ് വന്നതുകൊണ്ട് എനിക്ക് അവൻ്റെ ഒപ്പം ഇരിക്കേണ്ടി വന്നു. അതങ്ങനെ വേണമല്ലോ. എന്നാലും തനിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിക്കണോ? ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇഷാദിനെക്കുറിച്ച് പറയാം. നാളെ ഞാൻ ഇഷാദിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? മഹേഷാണ് അവൻ്റെ അച്ഛൻ. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം. പക്ഷേ എത്രയും പെട്ടെന്ന് അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിയാൻ നേരത്ത് ഞാൻ അമ്മയും മഹേഷ് അച്ഛനും അല്ലാതെ ആകും. അവൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും തേടി അവൻ പോകും. അങ്ങനെയെങ്കിലും ആവട്ടെ. പക്ഷേ ഇനി അവനൊരു പക്ഷേ അനാഥനാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ. നമുക്കവൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, ചിപ്പിയുടെ ഏട്ടനായിട്ട്. അല്ലെങ്കിലും ചിപ്പിക്ക് ഏട്ടനില്ലാന്നും പറഞ്ഞുകൊണ്ടൊരു സങ്കടമാണല്ലോ. ആ സങ്കടവും ഇങ്ങോട്ട് മാറിക്കിട്ടുമല്ലോ. അവനങ്ങനെ അനാഥനാകാൻ സാധ്യതയില്ല എന്ന് മഹേഷ് വീണ്ടും പറയുക. അങ്ങനെ ആകാതിരിക്കട്ടെ. പക്ഷേ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് അവനെ പിരിയുന്ന കാര്യം ഓർക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്കിപ്പോൾ ചിപ്പിയുടെ കാര്യങ്ങൾ നോക്കാനൊന്നും പറ്റുന്നില്ല. ചിപ്പിക്ക് എന്ത് തോന്നിക്കാണോ ആവോ? അമ്മ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ആയിരിക്കും ചിപ്പിയുടെ മനസ്സിലെ ഭയങ്കര ടെൻഷൻ. ആ ഒരു ടെൻഷൻ ചിപ്പിക്കുണ്ട്. 10 മണി വരെ തന്നെ നോക്കൂടോ. അതിനുശേഷം കണ്ടില്ലെങ്കിൽ അവൾ കിടന്ന് ഉറങ്ങും. പക്ഷേ രാവിലേക്ക് ഞാൻ ഒരുപാട് കൊഞ്ചിക്കാറുണ്ടേ. അതും കുഴപ്പമില്ല. താൻ ഏതായാലും വാ. അയ്യോ, പാത്രം ഞാൻ കഴുകി വെച്ചോളാം. വേണ്ടെന്നേ. അതിന് ഭാര്യയുടെ പാത്രം കഴുകി വെച്ചെന്ന് വിചാരിച്ച് എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത്? സോഷ്യൽ മീഡിയയിൽ എടുത്തിടുമോ? അങ്ങനെയാണെങ്കിൽ ഇടട്ടെ. ഒരു ഫോട്ടോ കൂടെ എടുത്ത് അങ്ങനെ ഇട്ടോ. അപ്പം തൃപ്തിയായല്ലോ. ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പാത്രം കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം കഴുകാനായിട്ട് പോവുക. ഇങ്ങനെ പാത്രമെല്ലാം കഴുകി വെച്ചുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിതയ്ക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതേ സമയം തന്നെ നമ്മുടെ ഇഷാദ് നല്ല ഉറക്കമാണല്ലോ. ഉറക്കത്തിൽ എന്തൊക്കെയോ സ്വപ്നം കാണുകയാണ്. ഈ വണ്ടി ഇടിക്കാൻ പോകുന്ന ഒരു സ്വപ്നമാണ് ഇവൻ കാണുന്നത്. അത് കണ്ട് ഓടിച്ചാടി അങ്ങോട്ട് എണീക്കുക. എണീറ്റിട്ട് ദൈവമേ, ഞാനിവിടെ എവിടെയാ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുക. ആ കണ്ണട എടുത്ത് വെച്ച് ചുറ്റുപാട് നോക്കുക. ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എവിടെയാ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ വെപ്രാളം. ഇതേ സമയം തന്നെ ഇഷിതയും ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റിട്ട് മോനെ എന്നും പറഞ്ഞുകൊണ്ട് ചാടി എണീക്കുന്നത്. എന്താ ഇഷിത, എന്താ പറ്റി? അല്ല, ഞാനൊരു വല്ലാത്തൊരു സ്വപ്നം കണ്ടു. ഇഷാദ് അവിടെ വിട്ട് പോയെന്നോ, അവനെ കാണാനില്ലെന്നോ, അവൻ എന്തൊക്കെയോ സംഭവിച്ചെന്നോ എന്നൊക്കെ കൊണ്ടുള്ള സ്വപ്നമാണ് ഞാൻ കണ്ടത്. എടോ, താൻ എപ്പോഴും ഇഷാദിനെക്കുറിച്ച് ഓർത്തിട്ടാ. കാരണം തൻ്റെ മനസ്സിൽ അത്രമാത്രം ഇഷാദ് ഇടം പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് തനിക്കിപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നുന്നത്. ഏതായാലും ഇഷാദിനെ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. അപ്പോൾ അവനെ നമ്മൾ മാക്സിമം നമുക്ക് സന്തോഷിപ്പിക്കാം. പക്ഷേ എല്ലാം മനസ്സുകൊണ്ട് അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഇഷാദിനെ ഓർമ്മയെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പാട്ടിന് പോകും. അപ്പോഴും തൻ്റെ മനസ്സിനെ താൻ തൃപ്തിപ്പെടുത്തണം, എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയെ സമാധാനപ്പെടുത്തി ഉറക്കുകയാണ് നമ്മുടെ മഹേഷ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇന്നല്ലേ ആ കുട്ടി വരുന്നത് എന്ന് സ്വപ്നവലിയോട് ചോദിക്കണം. അതെ, ആ ഇഷാദല്ലേ ഇന്നാ വരുന്നത്, ഇന്ന് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ആകെ കഷ്ടമാണല്ലേ. ആ കൊച്ചിന് ശാരീരികമായിട്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ പണ്ട് നടന്ന കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് ഓർമ്മയില്ല. അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, താൻ എപ്പോഴാണ് ജനിച്ചത്, തനിക്ക് എത്രയാ വയസ്സ്, തൻ്റെ സ്വന്തം പേര് പോലും ആ കുട്ടിക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥയാണല്ലോ. അങ്ങനൊരവസ്ഥ ഒന്നും വരരുതെന്നാണോ പ്രാർത്ഥന? അല്ല, ആ കുട്ടിക്ക് എത്രയാ വയസ്സ്? ഒരു 10 വയസ്സെന്നാണ് പറയുന്നത്. ദൈവമേ, എൻ്റെ ആദിമോൻ്റെ പ്രായമാണല്ലോ അവന്. ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ദൈവമേ. ഏതായാലും എന്ത് ചെയ്യാനാണ്, കുട്ടി വരട്ടെ, മാക്സിമം നമുക്ക് ആ കുട്ടിയെ സന്തോഷിപ്പിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിപ്പിയും ഈഷിതയും കൂടെ അങ്ങോട്ട് വരികയാണ്. അതെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം അമ്മേ. ഞാനും ഭക്ഷണം കഴിക്കാനിരിക്കുവാണേ. കഴിച്ചോ മോളെ ഇഷിത, നീ ഭക്ഷണം കഴിച്ചോ. അങ്ങനെ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഇന്ന് ഇഷാദ് വരും ഇങ്ങോട്ട്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നേ. ഇഷാദിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നിങ്ങൾ രണ്ടുപേരും ആണേ. ആ കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കണം.
അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ മുന്നിൽ ഞങ്ങൾ നല്ലതുപോലെ അഭിനയിച്ചോളാം. അത് മതി, നല്ലതുപോലെ അഭിനയിച്ചാൽ മാത്രം മതി. അതെ, പിന്നെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒന്ന് കയറണം. കുഴപ്പമില്ല മോളെ, ചിപ്പിയെ ഞങ്ങൾ കൊണ്ട് വിട്ടോളാം എന്ന കാര്യവും അവിടെ പറയാം. ഇതൊക്കെ ഇവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വർത്തമാനങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.